ലോകഭൂപടത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി പ്രാചീനകാലം മുതലേ കോഴിക്കോട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സുപ്രധാന കാരണങ്ങളിലൊന്ന് കോഴിക്കോട്ടെ ലോകപ്രശസ്ത മരവ്യാപാരമാണ്. കല്ലായിലും അനുബന്ധ പ്രദേശങ്ങളിലുമായി പ്രൗഢി ഒട്ടും ചോരാതെ ഇന്നും നിലനിൽക്കുന്ന മരക്കച്ചവട ചരിത്രം വിശദമായി പിന്നീട് പറയാം. കോഴിക്കോട്ടെ മരവ്യവസായത്തിന് ചുക്കാൻ പിടിക്കുന്നത് മില്ലുകളും അനുബന്ധ ജോലികളുമാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ശാരീരികാധ്വാനം ഒരുപാട് വേണ്ട ജോലി തന്നെയാണ് മില്ലുകളിലേത്. ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മില്ലുകളാണിന്ന് മിക്കതും. ബാൻസോയും റീസോയും ഒക്കെ അധ്വാനവും സമയവും കുറക്കാൻ വലിയ രീതിയിൽ സഹായകമായിട്ടുണ്ട്. ഇവിടെ ചെലവഴിച്ച സമയം അത്രയും പണ്ടുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചിന്തിച്ചത്. ശാരീരികാധ്വാനത്തിനപ്പുറത്തേക്ക് ക്ഷമയും കൈയടക്കവുമാണ് ഈ ജോലി ചെയ്യാൻ ഇന്നും ഇവരെ പ്രാപ്തരാക്കുന്നത്. പവിത്രേട്ടനും അഷ്റഫ് കയും സുബ്രഹ്മണ്യേട്ടനും ഒക്കെ നമ്മുടെ പിൻഗാമികളുടെ പ്രതിനിധികളാണ്. നമ്മുടെയൊക്കെ ഉപ്പമാരും വല്യുപ്പമാരുമാണ്. കൂടുതൽ കോഴിക്കോടൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.